ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. ഈദിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞാനിവിടെ വന്നത്. എല്ലാവരുടെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? ഈദിന് ഇവിടെ മസ്ജിദിൽ കുട്ടികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അത് കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച് കുറച്ച് ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ തലേന്ന് എല്ലാവരും കൂടിയിട്ട് മിഠായി പാക്ക് ചെയ്യാനിരുന്നാണ്. കുറച്ച് നല്ല കവറൊക്കെ വാങ്ങിച്ച് ഈദിൻ്റെ ടൈം ഇതേപോലെയുള്ള കവറും നല്ല നല്ല പാക്ക് ചെയ്യാനുള്ള നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഞാനും പോയി കുറച്ച് കവറൊക്കെ വാങ്ങിച്ച് മിഠായിയൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിരും പെരുന്നാളിൻ്റെ തലേന്ന്. അങ്ങനെ കുട്ടിയൊക്കെ കുറച്ച് കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു. പെരുന്നാളായതുകൊണ്ട് കയ്യിലങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ എല്ലാവരും എണീറ്റു പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു രാവിലെ 5:50 ഇവിടുത്തെ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ മുട്ടായിയൊക്കെ എടുത്ത് കുട്ടികളൊക്കെ റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി വസുബ്ഹാനല്ലാഹി ماما اوكورك പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതുകൊണ്ട് കുട്ടികളുടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ കൈമാറുന്നത്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല അറേബ്യൻസ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മുഞ്ചുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് ചേഞ്ച് ആക്കാൻ വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒരു പലസ്തീൻ റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടെ. ഞാൻ ഹിറ്റ് കൊടുത്തില്ല മന്ന അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ കുട്ടികൾക്ക് ധൃതിയായി കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചോക്ലേറ്റ്, ചെറിയ ചെറിയ ടോയ്സ്, ചിപ്സ് ഒക്കെ ആയിരുന്നു ഈ പാക്കറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ. പക്ഷെ നല്ല രസത്തിൽ കവർ ചെയ്ത പാക്കുകളായിരുന്നു ചിലതൊക്കെ. കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട നല്ല നല്ല ബാഗിലൊക്കെയാണ് പാക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നിട്ട് മക്കൾക്ക് കൊടുക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് ഉമ്മാൻ്റെ സ്റ്റൈലിലുള്ള നല്ല ബീഫ് ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ നാട്ടിൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ ഈത്തപ്പഴവും ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള അച്ചാർ, അതും കൂടി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചോറ് അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിച്ച്. ഒരു 3 സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. രസമലായിയും ബട്ടർ പുഡിങ്ങും പിന്നെ ചിക്കു പുഡിങ്ങും. എൻ്റെ പേജിലുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ്
എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കണം. ഇവിടെ എല്ലാ പെരുന്നാൾക്കും ബോളിവുഡ് സിറ്റിയിൽ 9 മണിക്ക് രാത്രി ഫയർ വർക്ക് ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടത്തേക്ക് അങ്ങ് പോയി. കൃത്യം 9 മണിക്ക് തന്നെ രാത്രി ഫയർ വർക്ക് തുടങ്ങി. കുറച്ച് ദൂരെയാണ് നമുക്ക് പ്ലേസ് കിട്ടിയത്. നിറയെ തിരക്കായിരുന്നു. വീഡിയോ അത്ര ക്ലിയർ ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയായിരുന്നു കാണാൻ. شافي بابا അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ DQയിൽ ഈദിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അടുത്തേക്ക് പോയി. ഫ്രീ എൻട്രൻസും ഫ്രീ ഫുഡൊക്കെ ആയിരുന്നു, ഫ്രീ ഗെയിംസ്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ഫെസ്റ്റിവലായിരുന്നു. കുറേ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്
അങ്ങനെ അൽഹംദുലില്ലാ ഇതൊക്കെ റായത്തായിട്ട് കഴിഞ്ഞ് പുതിയ വീഡിയോ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെക്കും ബായ്.